Hi students, welcome all. I am Prasad, Faculty of Mathematics from Srinivasan Masters Academy of Excellence, Parappanboil. Now, നമ്മൾ 10th സ്റ്റാൻഡേർഡും +1 ഒന്ന് കണക്ട് ചെയ്യാണ് മാത്തമാറ്റിക്സ്. എങ്ങനെയാണ് കണക്ഷൻ? 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു ടോപ്പിക്കാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ള പേരിലാണ് നമ്മൾ 10th 4th ചാപ്റ്ററായിട്ട് പഠിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് +1ലും നമുക്ക് പഠിക്കാനുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ 10th നമ്മൾ എവിടെയാണോ പഠിച്ചു നിർത്തിയത് അവിടെ നിന്ന് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. റെഡി? ലെറ്റ് us സ്റ്റാർട്ട്. നോക്കൂ, വാട്ട് ഡു യു മീൻ ബൈ ഇക്വേഷൻസ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്താണ്? അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ വേറൊരു പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഇക്വേഷൻസ് എന്ന് മനസ്സിലാക്കണം. What do you mean by equations? An expressions involving equal to sign യൂസ് ചെയ്യുന്ന ഏതൊരു എക്സ്പ്രഷനെയും നമുക്ക് ഇക്വേഷൻ എന്ന് പേര് വിളിക്കാം. നോക്കൂ, ax + b = 0 ഈക്വൽ ടു സൈൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണ്. ഇവിടെ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്. എനി കോൺസ്റ്റൻസ് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ, എ ആൻഡ് ബി ആർ എനി കോൺസ്റ്റന്റ്. ഇനി ഇതിൽ എക്സിനെ നമ്മൾ എന്താണ് പറയുക? എക്സ് ഈസ് കോൾഡ് വാരിയബിൾ. അപ്പൊ ax + b = 0 ഈസ് എ ഇക്വേഷൻ. എന്താണോ വാരിയബിളിൻ്റെ പവറായിട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുക. ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ് അല്ലേ? അപ്പം നമ്മൾ പറയും ഈ ഇക്വേഷൻ്റെ ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ ഈസ് 1 ആണ്. ഇങ്ങനെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെയാണ് നമ്മൾ വാരിയബിളിൻ്റെ പവർ 1 ആയിട്ട് വരുന്ന ഇക്വേഷൻ, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുക. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആർ കോൾഡ് ലീനിയർ ഇക്വേഷൻസ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആർ കോൾഡ് ലീനിയർ ഇക്വേഷൻസ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആർ കോൾഡ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, ദ ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഈസ് ax + b = 0. ഒന്നുകൂടെ പറയൂ, ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഈസ് ax + b = 0 where a and b are constants. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും. What is a quadratic equation? The second degree equations are called quadratic equation. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം കണ്ടു. എന്താണ്? ax + b = 0 where a and b are constants. ഒരു കാര്യം കൂടെ നമ്മൾ എഴുതും, a ≠ 0. എയും ബിയും ഇനി കോൺസ്റ്റൻസ് ആയിക്കോട്ടെ, എ എന്താണ്? ≠ 0 ആവരുത്. ദെൻ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ പറഞ്ഞു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² +
bx plus c is equal to 0, where a, b, c are real numbers or നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റൻസ് a not equal to 0. എൻ്റെ വാല്യൂ എന്താവരുത്? 0 ആവരുത്. Then quadratic equation, general form of a quadratic equation is ax square plus bx plus c is equal to 0, where a, b, c are real numbers, a not equal to 0. അപ്പം നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഫസ്റ്റ് ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു. an expression contains equal to sign is called equation. അതിൽ തന്നെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിന് പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻസ്. ജനറൽ ഫോം ഈസ് ax plus b is equal to 0, a not equal to 0. Then second degree equations are called quadratic equation. The general form of a quadratic equation is ax square plus bx plus c is equal to 0, where a, b, c are real numbers or constants, a not equal to 0. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ 10th സ്റ്റാൻഡേർഡ് പഠിച്ചതാണ്. നോക്കൂ, 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 is equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കമ്പയർ ചെയ്യൂ. a is equal to 2. എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് a is equal to 2, b is equal to -3, c is equal to 5. അപ്പോൾ 2x square minus 3x plus 5 is equal to 0 is a second degree equation. Then the general form, ഒന്നുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. General form of a quadratic equation is ax square plus bx plus c is equal to 0, a not equal to 0, where a, b, c are കോൺസ്റ്റൻസ്. വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിളും കൂടി എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 7 is equal to 0. കമ്പയർ ചെയ്യൂ. വാട്ട് ഈസ് a is equal to 1, b is equal to -5 and c is equal to 7. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഓർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, ദെൻ look, ഈ 2x minus 6 is equal to 0 is a first degree equation or linear equation. ഇതിൽ 2x is equal to 6, correct അല്ലേ? then x is equal to 3, 6/2, 3. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ദ വാല്യൂ ഓഫ് ദ വാരിയബിൾ ഈസ് കോൾഡ് വാരിയബിളിൻ്റെ വാല്യൂ ഓഫ് ദ വാരിയബിൾ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. വാല്യൂ ഓഫ് ദ വാരിയബിൾ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. ആ വാരിയബിളിൻ്റെ വാല്യൂ ആ ഇക്വേഷനിൽ കൊടുത്താൽ, ഇവിടെ വാരിയബിളിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അത് ആ ഇക്വേഷനിൽ കൊടുത്താൽ 2 × 3 6, 6 - 6 0. കറക്റ്റ് അല്ലേ? അതാണ് പറഞ്ഞത് വാല്യൂ ഓഫ് ദ വാരിയബിൾ വിച്ച് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ആർ കോൾഡ് സൊല്യൂഷൻസ് ഓർ റൂട്ട്സ്. are called solutions or roots. വേരിയബിളിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയുക. മനസ്സിലായോ? ഇത് ഏത് ഡിഗ്രി ഇക്വേഷൻ ആണ്? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? 3. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം there is only
one solution. ആ സൊല്യൂഷനാണ് 3. Then to solve the second degree equation ax square plus bx plus c is equal to 0, we can take the formula x is equal to minus b plus or minus root of b square minus 4ac by 2a. നമ്മൾ ഓൾറെഡി 10th സ്റ്റാൻഡേർഡ് പഠിച്ചാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ x is equal to minus b plus or minus root of b square minus 4ac by 2a called quadratic formula. ഈ ഫോർമുലേനെയാണ് നമ്മൾ, അതായത് ഈ എക്സിൻ്റെ വാല്യൂ കാണുന്ന ഫോർമുലേനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുക. ക്വാഡ്രാറ്റിക് ഫോർമുല. ഇതിൽ തന്നെ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ, ദ വാല്യൂ ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് കോൾഡ് ഡിസ്ക്രിമിനന്റ്. വാല്യൂ ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് കോൾഡ് ഡിസ്ക്രിമിനന്റ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ദർ ആർ 2 സൊല്യൂഷൻസ്. 2 സൊല്യൂഷൻ ഉണ്ടാവും. അതായത് എക്സിന് 2 വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈസ് നോൺ ആസ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഒരു കാര്യം കൂടെ, ദ വാല്യൂ ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് കോൾഡ് ഡിസ്ക്രിമിനന്റ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ the equation ഉണ്ടായിരിക്കും 2 distinct real roots. 2 distinct real roots എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യസ്തമായ, റിയൽ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. അതായത് എക്സിൻ്റെ വാല്യൂ കിട്ടുക 2 വ്യത്യസ്തമായ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താവുമ്പോൾ കണ്ടീഷൻ ഈസ് ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac, ഇതാ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, ദ ഇക്വേഷൻ ഹാവ് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്, വ്യത്യസ്തമായ 2 റിയൽ റൂട്ടായിരിക്കും. അതാണ് എക്സിൻ്റെ വാല്യൂസ് കിട്ടുക. ഓക്കെ, 10th പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈഫ് രണ്ടാമത്തെ കണ്ടീഷൻ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ, 0 ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഇക്വേഷൻ ഹാവ് 2 റൂട്ട്സ്, 2 റൂട്ട്സ് ഉണ്ടായിരിക്കും, നോ ഡൗട്ട് 2 റൂട്ട്സ്. But the roots are same. റൂട്ട്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടും ഒരേ റൂട്ടായിരിക്കും കിട്ടുക. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 ആണെങ്കിൽ. Then the third condition is if b square minus 4ac less than 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പേഴ്സ് ആയിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ, ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ
നെഗറ്റീവ് നമ്പർ വരും. നെഗറ്റീവ് നമ്പറിന് റൂട്ടില്ല. ദ നെഗറ്റീവ് നമ്പർ ഹാവ് നോ സ്ക്വയർ റൂട്ട്. അപ്പം ഇങ്ങനൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പറയും ദ ഇക്വേഷൻ ഹാവ് സൊല്യൂഷൻലെസ്, ഹാവ് നോ റിയൽ സൊല്യൂഷൻ. എന്താണ് നോ റിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? റിയൽ നമ്പേഴ്സിലായിട്ട് റിയൽ നമ്പേഴ്സ് കിട്ടുന്ന സൊല്യൂഷൻ ഇവിടെ എക്സിന് ഇല്ല, അതായത് എക്സിൻ്റെ വാല്യൂ ഇല്ല. ഇതാണ് 3 കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ പറയുക നാച്ചർ ഓഫ് റൂട്ട്സ്. നാച്ചർ ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ സ്വഭാവം അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, ഒന്നുകൂടെ നമ്മൾ റീകോൾ ചെയ്യാം. ax square plus bx plus c is equal to 0 is the general form of a quadratic equation. To solve this equation, we use x is equal to minus b plus or minus root of b square minus 4ac by 2a, known as quadratic formula. The value of b square minus 4ac is called discriminant. If b square minus 4ac greater than 0 or positive numbers, the equation have 2 real distinct solutions. If b square minus 4ac equal to 0, then the equation have 2 same real solutions. If b square minus 4ac less than 0, the equation have no real solution. Okay, clear the concept? Yes. Solve the equation x square minus 2x plus 5 is equal to 0. ax square plus bx plus c is equal to 0 സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ, അതായത് ആ ഫോർമുലയാണ് ഞാൻ റൈറ്റിൽ എഴുതി വെച്ചത്. നോക്കേ, കമ്പയറിംഗ് ടു ദിസ് ഇക്വേഷൻ, വാട്ട് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1. What is b? Coefficient of x minus 2. Clear അല്ലേ? What is c? 5. No doubt. Then solve ചെയ്യാൻ പോവാണ്. x is equal to minus b. Minus b എന്ന് പറഞ്ഞാൽ minus of minus 2 plus or minus root of b square എന്ന് പറഞ്ഞാൽ minus 2ൻ്റെ സ്ക്വയർ 4 minus 4 into a is 1 into c is 5 by 2a is 2 into 1, 2. That is 2 plus or minus root of 4 minus 20. Minus 4 into 5 minus 20 by 2. x is equal to, ശ്രദ്ധിക്കൂ, 2 plus or minus root minus 16 by 2. 4 minus 20 minus 16. ഇനി നോക്കൂ, നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് മൈനസ് 16 അല്ലേ? ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് 16, അത് ലെസ് ദാൻ 0 അല്ലേ? അതായത് നെഗറ്റീവ് നമ്പർ അല്ലേ? അപ്പം നമ്മൾ നേരത്തെ എന്താണ് പഠിച്ചു വെച്ചത്? ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ ഇക്വേഷൻ ഈസ് റൂട്ട് ലെസ് ഓർ സൊല്യൂഷൻ ലെസ്. സൊല്യൂഷൻ ഇല്ല, റിയൽ നമ്പർ ആയിട്ട് സൊല്യൂഷൻ ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. നോ റിയൽ സൊല്യൂഷൻ. നമുക്ക് എക്സിന് റിയൽ നമ്പേഴ്സായിട്ട് സൊല്യൂഷൻ കിട്ടില്ല. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10th വരെ പഠിച്ച എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിൽ വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ. ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് മൈനസ് 16 എന്ന് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, റൂട്ട് ഓഫ് മൈനസ് 16, അതിനെ ഞാൻ റൂട്ട് ഓഫ് 16 ഇൻറ്റു മൈനസ് 1 എഴുതാം. 16 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 16 ആണ്. ഇനി ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. റൂട്ട് 16 ഇൻറ്റു റൂട്ട് മൈനസ് 1. റൂട്ട് 16 ഇൻറ്റു റൂട്ട് മൈനസ് 1. ആ റൂട്ട് സ്പ്ലിറ്റ് ആക്കി എഴുതി. 16 പോസിറ്റീവ് നമ്പർ അല്ലേ? 16 റൂട്ട് ഉണ്ടല്ലോ.
എത്രയാണ് 16ന്റെ റൂട്ട്? പറയൂ, 4 അല്ലേ? ഇനി റൂട്ട് -1 കണ്ടോ നിങ്ങൾ? റൂട്ട് -1 അത് നെഗറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് നമ്പറിന് സ്ക്വയർ റൂട്ട് ഇല്ല. ഓക്കെ, ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കൂ. ഇനി മുതൽ അങ്ങോട്ട് റൂട്ട് -1ന്റെ വാല്യൂ നമ്മൾ ഐ എന്നാണ് എഴുതുക. സ്മോൾ ലെറ്റർ ഐ. റൂട്ട് -1 എന്ന് കണ്ടാൽ അവിടെ ഐ എന്ന് എഴുതണം. എന്താണ് ഐ എന്ന് ചോദിച്ചാൽ അയോട്ട എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോം. ശ്രദ്ധിക്കേ, 10th പഠിച്ചതല്ല. അയോട്ട എന്ന വേർഡിൻ്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ റൂട്ട് -1 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള റിയൽ നമ്പർ അല്ല. നെഗറ്റീവ് നമ്പറിന് സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പോൾ അത് റിയൽ അല്ല, വാസ്തവത്തിലുള്ളതല്ല. പിന്നെ എന്താണത്? ഇമാജിനറി നമ്പറാണ്. എന്ത് നമ്പറാണ്? ഇമാജിനറി, സാങ്കല്പികമായിട്ടുള്ള നമ്പറാണ്. ആ ഇമാജിനറി നമ്പറിനെയാണ് നമ്മൾ ഐ എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി മുതൽ അങ്ങോട്ട് റൂട്ട് -1 ഈസ് കോൾഡ് ഐ. അപ്പം നമുക്കിതിനെ 4 ഇൻറ്റു റൂട്ട് -1 എന്ന് പറഞ്ഞാൽ ഐ എന്ന് എഴുതാം. അപ്പം റൂട്ട് -16 വിൽ ബി ഈക്വൽ ടു, പറഞ്ഞോളൂ എന്താണ്? 4i. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ദെൻ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 ± റൂട്ട് -16 ഈസ് 4i/2. റൂട്ട് -16 4i. I is root -1 is an imaginary number. നോക്കൂ, ഇതിൽ നമുക്കൊരു 2 കോമൺ ഫാക്ടർ എടുക്കുകയാണ്. 2 ഇൻറ്റു 1 ± 2i/2. ന്യൂമറേറ്ററിന് ഒരു 2 കോമൺ ഫാക്ടർ എടുത്താൽ ഇവിടെ 1ഉം വരും, ഇവിടെ 2ഉം വരും അല്ലേ? അപ്പം നമ്മൾ ഈ 2ഉം 2ഉം കട്ടായി പോകും. അപ്പോൾ ബാക്കി എന്ത് വന്നു? എക്സ് ഇസ് ഈക്വൽ ടു 1 ± 2i. ഈ പ്ലസ് ഓർ മൈനസ് മക്കളെ പ്ലസും മൈനസും ആക്കി എഴുതട്ടെ. 1 + 2i ഓർ എക്സ് ഇസ് ഈക്വൽ ടു 1 - 2i. 1 + 2i ഓർ 1 - 2i. എക്സിന് 2 വാല്യൂസ് കിട്ടിയോ? അപ്പം 2 സൊല്യൂഷൻ ഉണ്ടായോ? യെസ്. b² - 4ac വാല്യൂ <0 ആണെങ്കിൽ ഇക്വേഷൻ ഹാവ് 2 സൊല്യൂഷൻസ്. ബട്ട് ഇൻ ദിസ് കേസ് ദ സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ്, സൊല്യൂഷൻസ് ഓർ റൂട്ട്സ് ആർ നോട്ട് റിയൽ നമ്പേഴ്സ്. എന്ത് നമ്പേഴ്സ് അല്ല അത്? റിയൽ നമ്പേഴ്സ് അല്ല. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് റിയൽ നമ്പേഴ്സ് അല്ലാന്ന്? അതിൽ ഒരു ഇമാജിനറി ടേം വന്നു. ഏതാണ് ആ ഇമാജിനറി ടേം? ഐ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഐൻ്റെ വാല്യൂ റൂട്ട് -1 ആണ്. അത് റിയൽ നമ്പർ അല്ല, അത് ഇമാജിനറി നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് വന്നിരിക്കുന്നത്, അതായത് സൊല്യൂഷൻസ് വന്നിരിക്കുന്നത് ഇമാജിനറി നമ്പേഴ്സാണ്. ഇൻവോൾവിങ് ദ ടേം ഐ വരുന്നൊരു ടേം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് ഇമാജിനറി നമ്പർ ആണെന്നെടുത്തത്. ഓക്കെ, ക്ലിയർ? ദെൻ ഇനി നമ്മളൊരു കൺക്ലൂഷനിലെത്തുകയാണ്. അത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈഫ് b² - 4ac < 0. അതായത് തേർഡ് കണ്ടീഷൻ ഞാൻ ഒന്ന് മാറ്റിയാണ്. ഈഫ് b² - 4ac < 0. ശ്രദ്ധിക്കൂ. then the equation have 2 distinct. എന്തുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്? രണ്ടും വ്യത്യസ്തമാണ്. 2 distinct, പറഞ്ഞോളൂ, ഇമാജിനറി റൂട്ട്സ്. 2 distinct imaginary roots. 2 distinct imaginary roots. കുറച്ചും കൂടി വ്യക്തമാക്കിയാൽ ഇൻവോൾവിങ് ദ ടേം ഐ. ഇൻവോൾവിങ് ദ ടേം
I. The value of I is equal to root minus 1. അപ്പം നമ്മൾ അതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആവുമ്പം നോ റിയൽ റൂട്ട്, റിയൽ നമ്പേഴ്സ് ആയിട്ട് സൊല്യൂഷൻ ഇല്ല എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം പറയൂ. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 then the equation have two distinct എന്ത് റൂട്ട്? ഇമാജിനറി, റിയൽ നമ്പേഴ്സ് അല്ല, ഇമാജിനറി റൂട്ട്സ്. അതെങ്ങനെ കണ്ടാൽ മനസ്സിലാവും? Involving the term I. What is the value of I? I is equal to root minus 1. Okay, clear? Okay, നമ്മൾ ഒരു ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാണ് മക്കളെ. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് എ? എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 3, സി ഇസ് ഈക്വൽ ടു 9. ഓക്കെ അല്ലേ? വാട്ട് ഈസ് എക്സ്? മൈനസ് ബി. ഞാൻ ഇനി ഇക്വേഷൻ എഴുതുന്നില്ല, ഇങ്ങോട്ട് നോക്കിയാൽ മതി. മൈനസ് ബി മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എത്രയാണ്? ബി സ്ക്വയർ. ബി സ്ക്വയർ ഈസ് 9, 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 9 4ac ബൈ 2a 2 ഇൻറ്റു 1 2. Then x is equal to minus 3 plus or minus root of 9 minus 36 by 2. Okay, then x is equal to minus 3 plus or minus root of minus 27 by 2. 9 minus 36 minus 27. ഇനി ശ്രദ്ധിക്കൂ, റൂട്ട് മൈനസ് 27 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് മൈനസ് 27 ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ റൂട്ട് മൈനസ് 27 നമ്മൾ എങ്ങനെ മാറ്റി എഴുതും പറഞ്ഞോളൂ. റൂട്ട് ഓഫ് 27 ഇൻറ്റു മൈനസ് 1 റൂട്ട് ഓഫ് 27 ഇൻറ്റു റൂട്ട് 27 ഇൻറ്റു റൂട്ട് മൈനസ് 1. ഓക്കെ, റൂട്ട് ഓഫ് 27 നമുക്ക് 9 ഇൻറ്റു 3 എന്ന് എഴുതാം ഇൻറ്റു റൂട്ട് മൈനസ് 1 അല്ലേ? 9ൻ്റെ റൂട്ട് 3 അല്ലേ? 3 റൂട്ട് 3. അവിടെ 9ൻ്റെ റൂട്ട് 3, 3ക്ക് റൂട്ട് ഇല്ല, അപ്പോൾ റൂട്ട് 3. എത്രയാണ് റൂട്ട് മൈനസ് 1? എന്താണ് റൂട്ട് മൈനസ് 1ൻ്റെ വാല്യൂ? I. അപ്പോൾ 3 റൂട്ട് 3i. ദെൻ x is equal to minus 3 plus or minus 3 root 3 by 2. റൂട്ട് മൈനസ് 27 ഞാൻ 3 റൂട്ട് 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതിൽ കോമൺ ഫാക്ടർ എടുക്കാനും കട്ട് ചെയ്യാനും ഒന്നുമില്ല. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ഒന്നും ചെയ്യണ്ട, പ്ലസ് ഓർ മൈനസ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. മൈനസ് 3 പ്ലസ് 3 റൂട്ട് 3i by 2 or x is equal to minus 3 minus 3 root 3i by 2. Involving the term I വരുന്ന വാല്യൂ സംഭവം കണ്ടോ? മൈനസ് 27. ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ മൈനസ് 27 ലെസ് ദാൻ 0. കണ്ടോ നിങ്ങൾ? ഐ വരുന്ന ടേം വന്നാൽ ദാറ്റ് നമ്പേഴ്സ് ആർ കോൾഡ് ഇമാജിനറി നമ്പേഴ്സ്. വാല്യൂ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എത്രയാണ്? വാല്യൂ ഓഫ് ഐ റൂട്ട് മൈനസ് 1. ഓക്കെ, ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5 ഈക്വൽ ടു 0. നിങ്ങളത് ചെയ്തിട്ട് ഇമാജിനറി സൊല്യൂഷൻസ് ഉണ്ടാക്കൂ. ദിസ് ഈസ് യുവർ DIY. ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മളിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൂടെ അതിൻ്റെ സൊല്യൂഷൻസിൽ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഇമാജിനറി റൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇത്രയും നേരത്തിൽ നമ്മൾ ഷോർട്ടാക്കി എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയത്. ഓക്കെ, ഇതുവരെയുള്ള സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.
ബൈ ബൈ.